സീക്രട്ട് ഏജന്റ് നമ്മളെയാണല്ലോ മച്ചമ്പി. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ഇന്നലെ അണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു കാണുമെന്തോ ശിവനെ. അതിന്റെ തുടക്കത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഭയങ്കര വയലൻസ് ആയതുകൊണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അടിച്ചു യൂട്യൂബിൽ. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു അനൗൺസ്മെന്റ് ആണ്. ഒരുമാതിരി കോപ്പിലെ വർത്താനം പറഞ്ഞേട്ടാ. ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ 5 മണിക്ക് വരും എന്ന് പറഞ്ഞ സിംഗിളിന് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തോ അതൊരു പ്രൊമോഷൻ ടാക്ടിക്സ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബിക്കോസ് നിനക്കിത് എന്തിന്റെ കുഴമ്പാ? എന്തൊരു കഷ്ടം. ഇങ്ങനെയൊക്കെ ഒരു എക്സ്ട്രീം വയലൻസ് ആണ്. കാരണം ഈ സിനിമേന്റെ ഒരു പ്രൊമോഷൻ ടാക്ടിക്സ് തന്നെ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. കംപ്ലീറ്റ് വയലൻസ്, എക്സ്ട്രീം വയലൻസ്, പ്രോമാക്സ് വയലൻസ് ഉള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടവർക്ക് അറിയാം, ഇതിനകത്ത് നല്ല രീതിയിലുള്ള വയലൻസ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരും നമ്മളോട് പറയേണ്ട കാര്യമില്ല. ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി മൂലമുള്ള ഏതൊരുത്തരും മനസ്സിലാവും നല്ല രീതിയിലുള്ള വയലൻസ് ഈ പടത്തിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇവന്റെയൊക്കെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. അതുകൊണ്ട് തന്നെ വീണ്ടും 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 ഇവർക്ക് ഇത് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തിനാ ഇവർ വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തോ? അവർക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ ഒരു പോസിറ്റീവ് പറഞ്ഞ് മറ്റേ നല്ലത് പറഞ്ഞ് ഊക്കുക എന്ന് പറയുന്ന ഒരു കേസില്ലേ, ഏതാണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഈ അണ്ണൻ ഈ പറച്ചിൽ കേട്ടപ്പോഴത്തേക്ക് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എക്സ്പെക്ടേഷൻ വാരി വിതറി കൊടുക്കുക ആൾക്കാരിലേക്ക്. എന്നിട്ട് ആൾക്കാർ പോയി പടം കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോകണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. അണ്ണൻ ആ ഒരു പരിപാടിയാണോ ഉദ്ദേശിച്ചത് ഇവിടെ? അല്ല, അണ്ണന് മറ്റേ അണ്ണനൊരു ഡൗട്ട് വന്നില്ലേ, ഇതവരെന്താ മറ്റേ ഒരു പ്രൊമോഷന് വേണ്ടി അവർ ചെയ്തതാണോ? അതുപോലെ എനിക്ക് ഒരു ഡൗട്ട് തോന്നി അണ്ണൻ ഈ പരിപാടി കണ്ടപ്പോഴത്തേക്ക്. എന്താണ് ബ്രോ, മോഡേണോ? ആക്ച്വലി ഞാൻ ഹോണസ്റ്റ്ലി പറയാലോ, ഫസ്റ്റ് ഈ പാട്ട് കേട്ട സമയത്ത് എനിക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായത്. അതായത് ഇതിന്റെ ബീറ്റ് ഒരു വഴിക്ക്, ഡാബ്സിയുടെ വോക്കൽ വേറൊരു വഴിക്ക് പോകുന്നു. ഇന്നിപ്പോ ഞാൻ കാറിലൊന്ന് പ്ലേ ചെയ്ത സമയത്ത് എനിക്കത് അത്ര മോശമായിട്ട് പേഴ്സണലി ഫീൽ ആയില്ല. എനിക്ക് തോന്നിയടാ വലിയ മോശമുണ്ടോ? ഇല്ലല്ലോ. ആണോ? ഫ്രണ്ട് പറയുന്നുണ്ട് വലിയ മോശം ഇല്ലാന്ന് പറയുന്നത്. കാരണം എനിക്കും തോന്നി ഇതിൽ ലൗഡായിട്ട് കാറിലെ സ്പീക്കേഴ്സിൽ വെച്ച സമയത്ത് അത് വലിയ മോശമുള്ള സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. എങ്ങനെ? എനിക്കും തോന്നി ഇതിൽ ലൗഡായിട്ട് കാറിലെ സ്പീക്കേഴ്സിൽ വെച്ച സമയത്ത് അത് വലിയ മോശമുള്ള സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പക്ഷെ അണ്ണനകത്ത് പറഞ്ഞൊരു കാര്യം, നാട്ടുകാര് അങ്ങ് പൊങ്കാലക്കെടുത്തു. സംഗതി എന്താന്നല്ലേ, വാ എല്ലാവർക്കും തിയേറ്ററിൽ കാറ് കൊണ്ടുപോയി പാട്ട് കേൾക്കാം, എല്ലാവരും നാളെ കാർ വാങ്ങണം, അല്ലെങ്കിൽ ആ പാട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ സിനിമ കാണാൻ പോകുന്ന എല്ലാവരും കാറ് കൊണ്ട് തിയേറ്ററിൽ ഇടിച്ചു കയറ്റണം. അയ്യടാ, എന്നാ പിന്നെ എല്ലാരും തിയേറ്ററിൽ കാർ എടുത്ത് കയറട്ടെ. ഭൂരിഭാഗവും ഫോണിലല്ലേ കേൾക്കുന്നത്. ഇത് കേൾക്കാനായിട്ട് കാറ് വാങ്ങാൻ പറ്റുമോ? അപ്പൊ ശരി.